അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെ മുത്തുമണിയുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ, ഒരു തമിഴ്നാട് സ്റ്റൈൽ പൊങ്കൽ കഴിച്ചിട്ടുണ്ട് ആരെങ്കിലും? പൊങ്കൽ കഴിക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് പൊങ്കലും അതിൻ്റെ കൂടെ സാമ്പാറും. അപ്പോൾ പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് സാമ്പാറില്ല മസാല ഇടണം. അപ്പോൾ അതിനുള്ള പരിപാടികളാണ്. സാമ്പാറിൻ്റെ മസാല ഇടണമൊക്കെ ഒന്ന് കണ്ടു പോയിക്കോളി. പൊങ്കലും സാമ്പാറും അത് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചവർക്കറിയാം. തമിഴ്നാടിൻ്റെയൊക്കെ ഒരു ദേശീയ ഭക്ഷണം തന്നെ പറയാം. അവരാണ് അധികം ഇത് ഉണ്ടാക്കി കഴിക്കാറ്. പൊങ്കലിന് ഉണ്ടാക്കാൻ അപ്പം എന്താ വേണ്ട വെച്ചാൽ നല്ല അരി, പച്ചരി വെച്ചാൽ വേവില്ലാത്ത അരി ആകുന്നതാണ് ഏറ്റവും നല്ലത്. അരി കുറച്ച്, ചെറിയ ദാലും പരിപ്പ്, മൂങ് ദാൽ, നമ്മൾ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പ്, അത് രണ്ടും പാടെ കൂട്ടി വേവിക്കുക. ഇതുമാതിരി ഇങ്ങനെ വെന്ത് കുഴയണം. അത് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിക്ക് വറവ് ഇടണുണ്ട് കേട്ടോ. നല്ല നെയ്യിൽ വറവ് ഇടണം. അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് വറവ് ഇടുക. എന്നിട്ട് അതിൻ്റെ കൂടെ സാമ്പാറും അതും കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ഇടുകൊണ്ടു. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കൊണ്ടു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല സാധനമാണ്. ഇതിവിടെ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള സാമ്പാറിനുള്ള മസാല ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ചട്ടിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് കുറച്ച് കടുകും നമ്മളെ ഉണ്ടമുളകും ഇട്ടിട്ടുണ്ട്, ബറ്റൽ മുളക്. പിന്നെ അതിൻ്റെ കൂടെ അതിക്കില്ല ഉള്ളിയും തക്കാളിയൊക്കെ മൂപ്പിച്ചെടുക്കുക. അതിക്ക് മസാല ഇടുക. നമ്മൾ സാമ്പാർ ഇവിടെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയൊന്നും ഇല്ലാത്ത സാമ്പാറാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഇട്ടുക്കണം. ഞാൻ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിക്കില്ല തക്കാളി ഇടും. സാധാരണ ചിലവരൊക്കെ സാമ്പാർ ഉണ്ടാക്കുക വറുത്തിട്ടൊക്കെ അല്ലേ, മസാലയൊക്കെ വറുത്ത് അതേമാതിരി തേങ്ങയൊക്കെ വറുത്ത്. സാമ്പാർ ഇവിടെ കഷ്ണങ്ങളൊക്കെ വെന്തിരിക്കുന്നുണ്ട് കേട്ടോ. പരിപ്പൊക്കെ ഇട്ട് കഷ്ണങ്ങളൊക്കെ വേവായിക്കണം. ഇനി അതിക്ക് ആ മസാല ഉണ്ടാക്കിയിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ സാമ്പാറും റെഡിയായി. അപ്പോൾ അതിക്ക് മസാല ഉണ്ടാക്കുന്നതൊന്ന് കണ്ടുപോയിക്കോളി. നമ്മളിവിടെ എങ്ങനെ മസാല ഉണ്ടാക്കണമെന്നല്ല കണ്ടുപോയിക്കോളി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് തരണം. തക്കാളി ഇട്ടിട്ടാണ് പിന്നെ മസാലയൊക്കെ ചേർക്കുന്നത്. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഇടുന്നതിൻ്റെ മുന്നേ എണ്ണ ഒഴിച്ചിട്ട് എണ്ണയിൽ കുറച്ച് കടുകും കുറച്ച് വറ്റൽമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വറ്റൽമുളകും കടുകും ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഒരു വറവിടലുണ്ട്. നല്ല വെളിച്ചെണ്ണയിലൊന്ന് വറവിട്ട് കൊടുക്കുകയും വേണം. ഇതിൻ്റെ കൂടെ ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും നല്ലോണം മൂത്ത് വന്നതിന് ശേഷം മസാല ഇട്ട് കൊടുക്കുക. വൈക്ക് എന്തൊക്കെ മസാല കഴിച്ചാൽ ഒരു 100 ഗ്രാം കായപ്പൊടിയാണ് കേട്ടോ. കായത്തിൻ്റെ പൊടി 100 ഗ്രാം. പിന്നെ സാമ്പാർ പൊടി 200 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് 400 ഗ്രാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും, അത് രണ്ടും കൂടിയും ചേർക്കുന്നുണ്ട്. സാമ്പാർ കൂടുതൽ ഇല്ല അല്ലേ. നിങ്ങൾക്ക് കുറച്ചൊക്കെ ഉള്ളെച്ചെങ്കിൽ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പാടെ ഇട്ടിട്ട് ആ മസാല നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും സാമ്പാർ. അപ്പോൾ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുകൊണ്ടു. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും അടിക്കാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. പുതിയ മുത്തുമണികളൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടനൊക്കെ ഒന്ന് ഹാളിൽ അടിച്ചു കൊടുക്കുക. ഞാനിടുന്ന ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ ആ മസാലയൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ലൂസാക്കി കൊടുക്കണം കേട്ടോ.
കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസായി കൊടുക്കുക. എന്താ വെച്ചാൽ അത് ആ സാമ്പാർക്ക് ഒഴിക്കണ്ടല്ലേ, അതിനും വേണ്ടിയിട്ട്. സാമ്പാർ കഷ്ണം പരിപ്പും ഒക്കെ വെന്തിരിക്കണേക്ക് എടുത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ലൂസാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാം. സാമ്പാറിന് തന്നെ കുറച്ചും കൂടി അതിൻ്റെ സാമ്പാറിൻ്റെ തെളിവെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുക മസാലയ്ക്ക്. അപ്പോൾ അങ്ങനെ നമ്മളെ സാമ്പാർ ഏകദേശം റെഡിയായി. ഇനി ഒന്ന് വറവിട്ടാൽ മതി. ആദ്യം കഷ്ണവും പരിപ്പൊക്കെ വേവിച്ചുകൊണ്ടേ പിന്നെ മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. നല്ല വലിയ ലൂസും ഇല്ല, വലിയ കട്ടിയില്ലാത്ത നല്ലൊരു കുറച്ച് കുറുങ്ങനല്ലൊരു സാമ്പാറാണ്. ഈ പൊങ്കൽക്ക് കഴിക്കാൻ കുറച്ച് ലൂസ് വേണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ പൊങ്കൽ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണ്ട കേട്ടോ. അതേമാതിരി സാമ്പാർ ഉണ്ടാക്കുക. സാമ്പാർ തന്നെ വേണമെന്നില്ല, നല്ല മീൻ മുളകിട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും പൊങ്കലിന് നല്ല ടേസ്റ്റാട്ടോ. അപ്പം ഇനി അതിലേക്ക് വറവിടാനൊരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിൽ സാമ്പാർ വറവിടണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ആ വറ്റൽമുളകും കടുകൊക്കെ ആയി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ട് സാമ്പാറിൻ്റെ ഡക്കൻ തുറക്കുക, അതിനകത്ത് കൊയ്ക്കുക, അടച്ചു വെക്കുക. അതിൻ്റെ ആവി പുറത്തു പോകരുത്. വറവിട്ട് കഴിഞ്ഞാൽ അപ്പം അടച്ചു വെക്കണം. അപ്പം അങ്ങനെ അതൊക്കെ റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കണ്ടേ, അതിനും വേണ്ടിയിട്ട് കുറച്ചെടുത്തിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാനൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉപ്മാവാണ് എന്ന്. ഉപ്മാവല്ല, പൊങ്കലാണ്, പൊങ്കൽ. കാരണം കുറച്ച് നെയ്യിലൊക്കെ ഉണ്ടാക്കണത് കേട്ടോ, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ്. നല്ല നെയ്യിലുണ്ടാക്കണം പൊങ്കൽ ഉണ്ടാക്കുമ്പോൾ, അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്ത വീഡിയോ